ഞാൻ ഇരുട്ട്. ഇവിടെ എല്ലായിടവും ഞാൻ തന്നെ. ഞാൻ തന്നെ സർവവും. ഞാൻ തന്നെ സർവപ്രതാപിയും. പിന്നെ ഇടയ്ക്ക് നിലാവിന്റെ ചില കഷണങ്ങൾ വീണ് കിടപ്പുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ചിലത് ദൃശ്യമാകും. അപ്പോഴും ഓർക്കുക, ഞാൻ തന്നെ സർവവും സർവസ്വവും. അത് മറക്കാതിരിക്കാൻ ഇടയ്ക്ക് ഞാൻ വരും. ഇരുട്ടായ ഞാൻ തന്നെയാണ് നിങ്ങളിൽ ഭരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കാൻ നമുക്ക് കാണാം. അത് മതി. അവൻ തന്നെ. നീ കണ്ടോ? കണ്ടു, വ്യക്തമായി. അവൻ തന്നെ കായൽ തീരത്തുള്ള റെയിൽവേ പാളത്തിൽ കയറ്റിയിട്ടുണ്ട്. കായൽ തീരത്തേക്കോ? എങ്കിൽ അവന്റെ അന്ത്യം തന്നെ. ആളത് തന്നെ, ഉറപ്പ്. ഇല്ലെന്നേ, തെറ്റത്തില്ല. തെറ്റിയാൽ എന്തുവാ? ആള് മാറി വെട്ടുന്നതും ചാകുന്നൊന്നും ആദ്യമല്ലല്ലോ. പറഞ്ഞതങ്ങ് ചെയ്താൽ മതി. കായലിൽ ആള് വേണം. പിന്നെ കായലിന് കുറുകെയുള്ള പാലം കടന്ന് രക്ഷപ്പെടാം. അവിടെയും വേണം. ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം.
ഈശ്വര, പനിക്കും അറിയണില്ലല്ലോ. ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. നീ കണ്ണു തുറക്കണ്ട, മയങ്ങിക്കോ. ഉറക്കൊഴിച്ചാ നിനക്ക് സൂക്കേട് കൂടുമെന്നറിയാലോ. ആരാ ആരാ? എന്തുവാ മോളെ? ഒന്നുമില്ലപ്പ, ഞാനൊരു സ്വപ്നം കണ്ടതാ. ആരോ വിളിച്ചതുപോലെ. ആരാ? ഞാനാന്ന് പറഞ്ഞില്ലേ. നാശം, ഇനി ഉറങ്ങത്തുമില്ല. കള്ളം. ഇത് വാസുവാ. അവന്റെ ശബ്ദമാ. അവൻ ഇവിടെ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്. ആരോണ്ട്? അപ്പനെന്താ പിറുപിറുക്കുന്നേ? ആരാ? ഉറങ്ങുന്നൊന്നുമില്ലേ? ഉറക്കം പോയി. കിടന്നുറങ്ങാൻ നോക്കപ്പ. ഉറക്കം പോയെന്ന് പറഞ്ഞില്ലേ? രാവൊരു പക്ഷി നിൻ പാതിര ചിറകടി അണയുന്നു. നിൻ മുടിയിലെ ചുരുളല എൻ കണ്ണിൽ കാളിമ പടരുന്നു. രാവൊരു പക്ഷിയായി എന്നിൽ നിറയുന്നു. വിണ്ണിൽ ഞാനൊരു താരമായി നിന്നെ തേടി ഇന്നു ഞാനെൻ ഉൾച്ചിറകു വിടർത്തുന്നു. വിണ്ണിൽ ഞാനൊരു താരമായി നിന്നെ തേടി ഇന്നു ഞാനെൻ ഉൾച്ചിറകു വിടർത്തുന്നു. നിഴൽ നിലാവിൽ പടരുമ്പോൾ ഇരുളിൽ വെന്തു മടങ്ങുന്നു. നിന്നിഴൽ നിലാവിൽ പടരുമ്പോൾ ഇരുളിൽ വെന്തു മടങ്ങുന്നു. ഞാൻ ഇരുളിൽ വെന്തു മടങ്ങുന്നു.
ആരാടാ നീ? ഇവിടെ അടുത്തുള്ളതാ. എന്തോ ശബ്ദം കേട്ട മാതിരി ആരോ പുറത്തുണ്ട്. അവൻ തന്നെ, അല്ലാതാര്? എങ്കിൽ അവന്റെ അന്ത്യം. അപ്പ 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 ഉറങ്ങടി. ഈ കിളവൻ ജീവിക്കാനും സമ്മതിക്കില്ല. ദിവസം 3 ഇനി അവളോട് എന്ത് സമാധാനം പറയും? അയ്യോ, ആ കിളവൻ. സ്വന്തം ഭാര്യയെ കാണാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഇയാൾക്ക് ഉറക്കമില്ലേ? ഓ, സമാധാനായി. എന്താ അപ്പ ഇവിടെ ഒരു ബഹളം? വെട്ടിക്കൊണ്ടതാണല്ലോടി, ചോരയൊന്നും കാണുന്നുമില്ല. ഞങ്ങളൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടപ്പാ. വയസ്സായ മനുഷ്യൻ മര്യാദക്കിരിക്കണം. കുരുത്തം കേട്ടോളെ, നിനക്ക് അവന്റെ കൂടെ തന്നെ ഇറങ്ങിപ്പോണല്ലോടി. എന്റെ ചങ്ക് ഇടിക്കുന്ന കാലത്തോളം നടക്കില്ല. ഒരു കിണർ കുഴിപ്പുകാരനാണോടി എന്റെ മരുമകൻ. അവളെ തട്ടിക്കൊണ്ടുപോകാൻ ഇന്ന് അവൻ വരും. ഞാൻ ഓർക്കരുത്. അവളെന്റെ പ്രാതി അറിയാമോ? 10ാം വയസ്സിൽ അവളുടെ തള്ള ചത്തുപോയതാ. പിന്നെ ഞാനാ. ഒരു ചെറുക്കനുള്ളത് കുരുത്ത കെട്ടുപോയി.
അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? വേണ്ട വേണ്ട വേണ്ട, ഞാൻ ചത്തുപോയ ആ വാസു കിണറൊഴിപ്പുകാരൻ, അത് വേണ്ട, അത് വേണ്ട, അത് പറ്റിയല്ല, അത് പറ്റിയല്ല, അത് പറ്റിയല്ല. അവനുണ്ട് ഈ ഇരുട്ടിൽ, എനിക്കറിയാം. മടങ്ങിപ്പോകത്തില്ല അവൻ. പോകുന്നെങ്കിൽ അവൻ അവളെയും കൊണ്ടേ പോകും. പക്ഷേടാ, ഞാനുണ്ടടാ ഇവിടെ. ഈ ഇരുട്ടിലും എനിക്ക് കണ്ണു കാണാം. വെടിയുണ്ട മൂളിപ്പാഞ്ഞു വരും നിന്റെ തലയ്ക്ക് നേരെ. ഇനി തെറ്റത്തില്ല, ഇനി തെറ്റുന്ന പ്രശ്നമേയില്ല. കൊല്ലങ്കണാരന്റെ അടുത്താ കളി. ധൈര്യമുണ്ടെങ്കിൽ ഇരുട്ടിൽ നിന്ന് ഇറങ്ങി വാടാ. കഴിവേറ മോനെ, ഇറങ്ങി വാടാ. ആ കിളവൻ എവിടെയാണെന്ന് അറിയണം. ഇല്ലെങ്കിൽ വെടി കൊള്ളുമ്പോഴേ അറിയൂ. അല്ല, ഓടോ മാറ്. താൻ എന്ത് പണിയാ കാണിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ? ഓടോ. എന്തിനാ വെറുതെ? തീർത്താ തീരാത്ത പ്രശ്നമുണ്ടോ? ഞാൻ തീരണം, എന്നാലെല്ലാം തീരൂ. ഇറങ്ങിപ്പോ. അല്ല, ഞാൻ ഇറങ്ങിപ്പോവാനല്ല പറഞ്ഞത്. വാടാ. അടങ്ങുന്നില്ലടാ. ഇങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. പണ്ടൊരിക്കൽ ചീട്ടുകളി പ്രാന്ത് കയറി ഇതുപോലൊന്നും ചെയ്തതാ. അന്ന് ഇറങ്ങിപ്പോയിട്ട് 2 ദിവസം കഴിഞ്ഞാ വന്നത്. അന്ന് തലയിലടിച്ച് സത്യം ചെയ്തതാ, എന്നെ ഇട്ടിട്ട് ഒരു രാത്രി പോലും പോകത്തില്ല, എന്നെ ഇട്ട് വിഷമിക്കത്തില്ല എന്നൊക്കെ. ഇങ്ങ് വരട്ടെ. ആരാ? നിന്റെ ആങ്ങളയാടി. ആ, ആങ്ങളെയോ? ഇത്തിരി വൃത്തിയായിട്ടുണ്ടല്ലോ. എടി, ഒരുപാട് നാളുകൂടി നിന്നെ കാണാൻ വരികയല്ലേ. ഇപ്പോഴെങ്കിലും ഒന്ന് തോന്നിയല്ലോ.
നിനക്ക് എന്താ ഒരു കുഴപ്പം? അങ്ങേര് നിന്നെ പൊന്നുപോലെ നോക്കണില്ലേ? കെട്ടിയാനായിക്കഴിഞ്ഞ പിന്നെ എന്ത് തന്ത എന്ത് ആങ്ങള. നീ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ആങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നാട്ടുകാരൊരു പറയുമ്പോ ആലോചിക്കും. നാട്ടുകാര് ആരെങ്കിലും കുറിച്ച് നല്ലത് പറയോടി? എന്തോ അവന്മാര് പറയുന്നത്? എന്നെ പട്ടിയോലിന്ന് വിളിക്കും, വിളിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അവന്മാര് പറയണത് കേട്ട് എനിക്കിനെ പട്ടിയെ കളയാൻ നോക്കുവോ? അഥവാ കളഞ്ഞാൽ തന്നെ കിട്ടിയ പേര് മാറുവോ? വേറെ നാട്ടുകാർ പറയുന്നില്ലേ? നീ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് തലമുണ്ടാക്കണ്ട. പട്ടി എന്തേ? പുറത്ത് കെട്ടിരിക്കുക. വിശക്കുന്ന വല്ലതും ഉണ്ടോ? വെച്ചതൊന്നുമില്ല, ഇനി ഉണ്ടാക്കണം. എന്നാ നീ അല്പം എന്തെങ്കിലും ഉണ്ടാക്ക്. അരി തീർന്നു. വേണ്ട, കുടല് നിറയെ പുണ്ണ. വെറുതെ ആശയ്ക്ക് ചോദിച്ചെന്നുള്ളൂ. അവന് എന്നെ പോലെ ആയി തുടങ്ങിയോ? ഞാനും ഇങ്ങനെയായി. ഇതുകൊണ്ടൊക്കെ ഞാനും ഒരു സ്വസ്ഥതയില്ല. ഞാൻ ഇറങ്ങുക. അവൻ വന്നിട്ട് വരാം. ചോദിക്കാനും പറയാൻ ആരും ഇല്ലാന്ന് കരുതല്ലോ. പണ്ടൊക്കെ സമയത്തിനൊരു ചരിത്രമില്ല. ഇപ്പൊ സമയത്തിന് മുമ്പേ. ഛേ, എന്തൊരു ഗതി കിട്ടാമെന്നാ ഞാൻ. വേണ്ടായിരുന്നു. ഇനിയും ചാകാൻ വരുന്നവരുടെ കാലിക്കുള്ളൂ. എന്തൊരു നാറ്റം. എല്ലാം പുരോഗതിയാ ഇക്കാര്യത്തിൽ മാത്രം. ചാകാൻ വന്ന് കിടക്കുമ്പോ പോലും ഈ നാറ്റം സഹിക്കണമെന്ന് വെച്ചാ ഇനി വണ്ടി തെക്കുന്നാണോ വടക്കുന്നാണോ? എവിടെ നിന്നായാലെന്ത്, കയറി ഇറങ്ങിയാ പോരെ. ഇവിടെ സ്ഥിരമായി ചാകാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാത്തിരിക്കുന്ന പോലെയല്ലേ കൊതുകൾ. കുറച്ച് സമയത്തിലാൻ കട്ട പിടിക്കാതിരിക്കുന്ന ചോരയല്ലേ. വിളിച്ചോണ്ട് പോകുന്നെങ്കിൽ പോട്ടെ. എന്നാലും ചാകാൻ വരുന്നതിനൊരു മനസ്സമാനം വേണ്ടേ? നേരം
കുറെ ആയല്ലോ, ഈ വണ്ടിയൊന്നും ഇല്ലേ? അതോ വല്ലയിടത്തും മറിഞ്ഞു കിടക്കുകയാണോ? ബാവാക്കാ തന്ന ഫോൺ. ഹലോ. റെയിൽവേ ഇൻഫർമേഷൻ. ആ, അയ്യോ, ഇതെന്തൊരു അത്ഭുതം! ഇക്കാലത്തിനിടെ ആദ്യമായിട്ടോ ഇങ്ങനെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? മാഡം, തെക്കോട്ടിന് എപ്പോഴാ തീവണ്ടി ഉള്ളത്? തെക്കോട്ടോ? ആ. 12-ന് വണ്ടി കിട്ടിയില്ലേ? അയ്യോ, ഓടിയതാ, കിട്ടിയില്ല. ഇനിയിപ്പോ 1.25 മണിക്കൂർ കഴിയണം. അയ്യോ, അത്രയും നേരമൊക്കെ. ഷോ, അത് വലിയ ബുദ്ധിമുട്ട്, അത്രയും നേരം കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അത്യാവശ്യം വരുമ്പോ വണ്ടി കാണില്ല. ഒരു മനുഷ്യ പറ്റില്ലല്ലോ. മാഡം, ഒരു തീവണ്ടി ഇവിടെ വിടാൻ വല്ല വകുപ്പുണ്ടോ? വല്ല ഗുഡ്സ് ആയാലും മതി. മാഡം, അവരെന്നെ നാടുകളെ തിരയുകയാണ്. കിട്ടിയ തുണ്ടം തുണ്ടമാക്കും. അതുകൊണ്ടാ ഒരു വണ്ടി വെച്ച് തരുമോ? എന്നമ്മ, ഉമ്മത്തെ എന്ത് വിചാരിക്കും? എന്തിനാ അതേപ്പറ്റി ചിന്തിക്കുന്നത്? പറഞ്ഞിട്ടെന്താ കാര്യം? ചെയ്ത പാപത്തിന്റെ ഫലം. ഞാൻ സങ്കടപ്പെടുന്നില്ല. Carimbucha, pucha carimbucha, pucha carimbucha, pucha carimbucha, miau miau pucha, miau miau pucha, miau miau pucha, miau miau pucha, namugaliti ende jeevithamaage nakki ee poodaniruttil putti kondu nadakkum pucha, namugaliti ende jeevithamaage nakki ee poodaniruttil putti kondu nadakkum pucha.
ഹലോ, ബാവക്കല്ലേ? ആരാ വിളിക്കുന്നേ? ഞാനാ. ആ നമ്പറും നോക്ക്. ആര് പറഞ്ഞടാ എന്നെ വിളിക്കാൻ? ഈ പ്രസ്ഥാനത്തെ കൂടി കൊലക്കൊടുക്കൂ. പേടിക്കണ്ട, ഇത് അവസാനത്തെ വിളിയാ. 1.5 തീവണ്ടി ഞാൻ കശാപ്പാവും. ചിലപ്പോ അതിനു മുമ്പ്. അവരെന്നെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞു. കിട്ടിയാ നിന്നെ അവര് കൊല്ലും. അറിയാം. അവന്മാര് രാജ്യം മുഴുവൻ തിരയുന്നുണ്ട്. ഉം. എവിടെ വെച്ച് കിട്ടിയാലും അപ്പൊ തന്നെ വെട്ടിക്കൊല്ലാനും. എനിക്കറിയാന്ന് പറഞ്ഞില്ലേ? നമ്മളും വിട്ടിട്ടില്ല. നിന്നെ കൊന്നു കളഞ്ഞു എന്നാ നമ്മളും പ്രചരിപ്പിക്കുന്നത്. വഴിയിൽ നിന്ന് എനിക്കും കിട്ടിയൊരു പോസ്റ്റർ. ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? നിന്റെ വീട്ടിൽ നിന്ന്. ഓ, എന്ത് പറഞ്ഞു വാങ്ങി നിങ്ങൾ എന്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന്? ബാവക്ക, നിങ്ങളുടെ മോനായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇനി എന്തിനാ ഞാൻ പേടിക്കുന്നത്? എല്ലാ ഭയവും കഴിഞ്ഞിരിക്കുന്നു. കൊല്ലുന്നവർ കൊല്ലട്ടെ, ഞാനിനി ഭയക്കില്ല. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുന്നു. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുന്നു. ഓ, ഏത് പക്ഷിയായത്? ഒടിഞ്ഞ ശബ്ദം. പേടിപ്പിച്ചു കളഞ്ഞു. ഹോ, വല്ലാത്ത ജീവിതമായിപ്പോയി നിങ്ങളുടേത്. എഴുന്നേക്ക്. എന്റെ പേര് വാസു, ഇവിടെ അടുത്തുള്ളതാ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ഞാൻ നിങ്ങൾക്ക് വേണേ ഒരു മുന്നറിയിപ്പ് തരാം. ഒരു ചെറുപ്പക്കാരനെ വശക്കേടായി ഈ പരിസരത്ത് കണ്ടു. നിങ്ങൾ പേടിക്കുന്ന ചിലപ്പോൾ അവനെ ആയിരിക്കും. ആരാത്? അറിയില്ല. പക്ഷേ ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആരും മരിക്കുന്ന എനിക്കിഷ്ടമല്ല. നിങ്ങൾ ഇവിടുന്ന് മാറുന്നതാണ് നല്ലത്.
ഹലോ, വാഹനം തുറക്കുവോ? ഈ വാഹനം തുറക്കുവോ? ഹലോ, ആരാ ആരാ? ഒരു വഴിപോക്കന, ഒരു സഹായത്തിന് ഒന്ന് തുറക്കുവോ? നിങ്ങൾ ചുമ്മാ ശല്യപ്പെടുത്താതെ പോ. ഞാനിവിടെ ആകെ മനസ്സമാധാനം ഇല്ലാതെ ഇരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അപ്പം പുറത്തു കാണും. നിങ്ങളുടെ അപ്പനാണോ കറുത്ത് പൊക്കം കുറഞ്ഞ്? കാക്ക ഉടുപ്പാന്നോ? അല്ലല്ല. ആ, എങ്കിലത് അപ്പനല്ല. അപ്പം കാക്കിയേ ഇടൂ. പക്ഷെ ഒരാൾ പാളത്തിൽ നിൽപ്പുണ്ട്. എനിക്ക് മുന്നറിയിപ്പ് തന്നു. എങ്കി ചിലപ്പോ വാസുവേട്ടനായിരിക്കും. അപ്പനെ പേടിച്ച് നിൽക്കുമായിരിക്കും. 3-4 ദിവസമായി ഇറങ്ങിപ്പോയിട്ട്. ഒന്ന് ചെന്ന് പറയുവോ? പേടിക്കാതെ കയറി വരാൻ ഒന്ന് ചെല്ലുവോ? പെങ്ങളെ, അത് അപകടമാണ്. നിങ്ങൾ ആദ്യം എന്നെ ഒളിപ്പിക്കേ, അടുത്ത ട്രെയിൻ വരുന്നവരെങ്കിലും. ഞാൻ അപകടകാരിയല്ല. എനിക്ക് പുറത്തിറങ്ങി പോകാനാവില്ല. ആരും ഇരുട്ടിൽ എന്നെ കൊല്ലാൻ കാത്തിരിക്കുക. അയ്യോ, നിങ്ങളൊന്ന് ഇറങ്ങി പോയി ഇവിടുന്ന്. ആണുങ്ങളില്ലാത്ത വീടാ. ഏതെങ്കിലും പെണ്ണ് വാതിൽ ഉറക്കുവോ? പെങ്ങളെ, അവരെന്നെ ഈ ഇറയത്തിട്ട് കൊല്ലും. അയ്യോ, നിങ്ങളൊന്ന് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? ഇവിടെ കിടക്കുന്ന വള്ളത്തിന് തുഴയുണ്ടോ? തുഴയൊന്നുമില്ല, വള്ളക്കാരുടെ കയ്യില. പക്ഷെ അപ്പന്റെ കയ്യിൽ കാണും. രാത്രി മുഴുവൻ വെറുതെ തുഴഞ്ഞു കിടക്കും. ഉറക്കം ഒട്ടുമില്ല. നിങ്ങൾ കഥ പറയാതെ എവിടെങ്കിലും ഒളിച്ചിരിക്കാൻ ഒരു ഇടം തരൂ. ദേ, അപ്പുറത്തൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടുണ്ട്. നിങ്ങൾ അതിപ്പോയിരി, വെറുതെ ശല്യപ്പെടുത്താതെ. എവിടെ? അവിടെ, ആ പാളത്തിന്റെ അപ്പുറം, കായലിന്റെ കരയില്. പിന്നെ പോകുമ്പോഴേ നേരത്തെ കണ്ട ആളിനെ കണ്ട എന്റെ വാസുവേട്ടനാണോന്ന്. കേക്കുന്നുണ്ടോ? ഉണ്ടോ? പോയോ? എവിടാ ഇത്? ആ, അതാ പിന്നെയും ഒരുത്തൻ. ചേട്ടാ, ഇതെന്തൊരു കഷ്ടമാടാ. കണ്ടവനൊക്കെ ഇങ്ങനെ എന്റെ ഏരിയയിൽ ചുമ്മാ കേറി ഇറങ്ങി നടന്നാ പിന്നെ എന്തുവാ? ഇവന്റെ പുറകെ പോവുക തന്നെ. പേടിക്കണ്ട, ഒന്നുമില്ല. പാതിരാത്രിയല്ലേ, വല്ല കള്ളനോ കൊള്ളക്കാരനോ നോക്കാൻ വേണ്ടി വന്നതാ. ഞാൻ കള്ളനൊന്നുമല്ല. സാരമില്ല, ഇരുന്നോ. ആരാ നീ? ഇരിക്കട. എന്താണ് നിനക്ക് എന്റെ വീട്ടിൽ കാര്യം? ഇത് നിങ്ങളുടെ വീടാണോ? എന്റെ വീടിതല്ല, ആ പാളത്തിനപ്പുറത്താ. പക്ഷെ നീ അവിടെ നിന്ന് മേലോട്ട് കയറി വരുന്ന ദൂരെ ഞാൻ കണ്ടു. അത് പിന്നെ ഞാൻ അവിടെ പ്രായം തികഞ്ഞൊരു പെണ്ണിരിപ്പുണ്ട്. അവളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നത്. അയ്യോ, അതിന് ഞാനൊന്നും കുഴപ്പമില്ല. നീ ആ വാസുവിനേക്കാൾ ഭേദമാ. നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ആട്ടെ, എന്തുവാ നിന്റെ പണി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വീട്ടിൽ കാശുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാടാ നീ ജീവിക്കുന്നേ? ചെറിയ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അത് നല്ലൊരു പണിയല്ലോടാ. എനിക്ക് ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഞാനൊരു കൊല്ലനാ. കള്ളത്തോക്കുണ്ടാക്കുന്നതാ എന്റെ ഒരു ഹരം. ഈ കൈ കണ്ടോ? ഇതിൽ എത്ര രേഖ വരും? അതിപ്പോ എണ്ണി പറയടാ.
അതിപ്പോ ആ, ഉദ്ദേശം പറയടാ. അത് ചെറുതും വലുതും എല്ലാം കൂടെ 10-200 ഉണ്ടാവും. ആ, ഞാൻ ഓരോ കള്ളത്തൊക്കെ ഉണ്ടാക്കുമ്പോഴും എന്റെ കയ്യിൽ ഓരോ രേഖകൾ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും. കൊല്ലപ്പണിക്ക് ഞാൻ വരുമ്പോ എന്റെ കയ്യിൽ ഒറ്റ രേഖ ഉണ്ടായിരുന്നില്ല. ആ, സത്യം. ആ, നക്സലേറ്റുകാർക്കും അണ്ടർഗ്രൗണ്ടിലുള്ളവർക്കും എന്നും കള്ളത്തോക്ക് കണാരം വേണം. ഞാൻ ഒരു 100 തോക്കെങ്കിലും അവന്മാർക്ക് ഉണ്ടാക്കി കൊടുത്ത് കാണും. പക്ഷെ ഒരെണ്ണം പോലും പൊട്ടിയതായി രേഖയില്ല. ഇല്ലെങ്കിൽ എന്റെ തോക്കുകൊണ്ട് മാത്രം ഈ നാട്ടിൽ വിപ്ലവം വന്നേനെ. ഇപ്പോഴെന്താ ആരും വരാത്തത്? ആ, ഇനി വിപ്ലവം തോക്കിൻ കുഴലിലൂടെ അല്ലെന്നായോ? ആ, അത് മഹാ കഷ്ടമാ. നീ എന്റെ വീട്ടിൽ കയറിയത് എന്തിനാണെന്ന് പറഞ്ഞില്ല. അയ്യോ, ഞാൻ വഴി അറിയാതെ ചെന്നു പോയതാ. ആ, റെയിൽ പാളത്തിൽ കൂടെ നടക്കുന്നവൻ എങ്ങനെയാടാ വഴിതെറ്റുന്നത്? മണ്ടൻ. നിന്റെ കൂടെ ഞാൻ അയക്കുന്നില്ല അവളെ. പേര് മണ്ടൻ. ഇനി തെറ്റോടാ. ഇപ്പൊ എനിക്കാളെ മനസ്സിലായി. ആ വാസു പറഞ്ഞു. ആരെ? ഒന്നുമില്ല, അമ്മാനോട് ചെല്ലേ. ആ ചെല്ലേ. ഞാൻ പോവാ. പക്ഷെ നീ സൂക്ഷിക്കണം. ഈ സ്ഥലം ഉണ്ടല്ലോ, അത്ര നല്ലതല്ല. അമ്മാവൻ ചെല്ലേ. ഭയങ്കര ബാധോദരമുള്ള സ്ഥലം ഇത്. അതിലും വലിയ ബാധയാ ഞാൻ. തമാശയല്ല, ഒന്നും വിശ്വസിക്കാനാവില്ല. പേയേത്, പിശാചേത്, മനുഷ്യനേത്, മറുതയേത്. എനിക്കിപ്പോ എല്ലാം ഒരുപോലെയാ. അമ്മാവനൊന്ന് പോയേ. ആ ചെല്ലേ. ഓ, താനോ? താൻ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല. ഓ, എന്താ കാര്യം? ഒന്നുമില്ല. എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? എന്റെ ഭാര്യ അത്. ഓ, താൻ തന്നെയായിരുന്നോ? വീട്ടിലേക്ക് ചെല്ലേ. ആ പാവം 3 ദിവസമായി ഉറക്കൊഴിച്ച് കാത്തിരിക്കുക. ഉറക്കൊഴിഞ്ഞാൽ അവക്ക് സൂക്കേട് വരും. തനിക്ക് പിന്നെ വീട്ടിലോട്ട് ചെന്നൂടെ? അവിടെ അവളുടെ അപ്പം കാണും. എനിക്ക് അയാളെ പേടിയാ. തലക്ക് സ്ഥിരതയില്ലാത്ത ആളാ. അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ട് കൊല്ലം 10 ഇപ്പോഴും ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോകാൻ വരികയാണെന്നാ അവളുടെ അപ്പന്റെ വിചാരം. ഓർമ്മ അവിടം വരെ ഉള്ളൂ. എന്നെ എവിടെ കണ്ടാലും അയാൾ ആക്രമിക്കും. അവളോട് എന്നെ കണ്ടെന്ന് പറഞ്ഞോ? ലക്ഷണം പറഞ്ഞു കൊടുത്തു. അത് വേണ്ടായിരുന്നു. എനിക്ക് എന്തായാലും തിരിച്ചു കയറാൻ പറ്റില്ല. കിളവിനി ഉറങ്ങില്ല. അവള് വെറുതെ ഉറക്കൊഴിക്കും, പാവം. അതുകൊണ്ട് ഒന്നുകൂടി ചെന്ന് പറയാമോ എന്നെ അല്ല കണ്ടതെന്ന്? അവളൊന്ന് മയങ്ങിയെങ്കിലും ചെയ്യട്ടെ. എനിക്ക് വയ്യ. ഞാൻ ഇനി ഇറങ്ങി നടന്ന? ഇല്ല, ഇവിടെ ആരുമില്ല. ആ വാളുമായിട്ട് നടക്കുന്ന ആളെ ഞാൻ എവിടെ വെച്ച് കണ്ടാലും സത്യം നിങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കില്ല. ഒന്ന് ചെന്ന് ശല്യമായില്ല. ഹലോ ഹലോ. ഓ, പിന്നെ വന്നോ? നിങ്ങളുടെ ഭർത്താവ് വന്നിരുന്നോ? ഇല്ല. കണ്ടായിരുന്നോ? ഇല്ല, അയാളിങ്ങ് വരും. നിങ്ങൾ ഇറന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ല, ഉറക്കം വരുത്തില്ല. അങ്ങേരുന്ന് രാത്രി വരും. ഇരുട്ടിൽ എവിടെങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല, കാണുകയാണെ പറയാന്ന് പറഞ്ഞില്ലേ? എന്നെ അങ്ങേര് പൊന്നു പോലാ നോക്കിയത്. ഇതുവരെ എന്നോട് അയാള് ഇച്ചിപ്പോന്ന് പറഞ്ഞിട്ടില്ല.
ഞങ്ങൾക്ക് കൊച്ചുങ്ങളില്ല, പക്ഷേ മോളെ പോലെ എന്നെ. നിങ്ങൾ കിടന്ന് ഉറങ്ങ്. ഉറക്കം പോയാൽ നിങ്ങൾക്ക് സൂക്കേട് പിടിക്കും. പിന്നെ വന്നു. പിന്നെ നീ എന്റെ വീട്ടിൽ വന്നു. നിങ്ങളുടെ മരുമോൻ പറഞ്ഞിട്ടാ. ഏത് മരുമകൻ? ആശാൻ നിങ്ങൾക്ക് എന്താ പ്രശ്നമുണ്ട്? ആ വാസു നിങ്ങളുടെ മരുമോനാ. പോക്കിരിത്തരം പറയുന്നോളാ. നീ എന്താടാ കരുതിയത്? ഈ തുരുത്ത് എന്റെ സാമ്രാജ്യ. എവിടെ ഞാൻ കൈ നീട്ടിയാലും എന്റെ കയ്യിൽ തോക്ക് വരും. 10-20 തോക്ക് ഞാൻ അവിടെ ഇവിടെയായി വെതറി. അത് ഞാനെന്ത് വേണം? അതിലൊരുണ്ട, അത് നിനക്കുള്ളതാ. ഹാൻഡ്സ് അപ്പ്. എടാ, ഒരാൾ തോക്ക് ചൂണ്ടിയ അപ്പ കൈ അങ്ങ് പൊക്കിയേക്കണം. അതാ അതിനൊരു മര്യാദ. വെക്കുന്നെങ്കിൽ ഇതാ ഇവിടെ വെക്ക്. ഞാൻ തീരാൻ ഇറങ്ങിയതാ. അപകടകാരിയാ നീ, മഹാ അപകടകാരിയാ. അവന്റെ ചാരനാ നീ, അവാസുവിന്റെ. ഇന്ന് രാത്രി അവൻ വരും എന്റെ മോളെ അടിച്ചോണ്ട് പോവാൻ. അവൻ വെള്ളത്തിലൂടെ വരും, നീ വള്ളം തുഴയും. ഇതെന്തൊരു കഷ്ടമാ. നിനക്കറിഞ്ഞൂടാ, നീയൊക്കെ വെള്ളത്തിലൂടെ വന്നാൽ ഞാൻ ആകാശത്തൂടെ വരും. നിന്റെയൊക്കെ 16 തലമുറ തന്തമാർക്ക് കള്ളത്തോക്ക് വിറ്റവനായി ഈ കമാരൻ. ഇതൊരു ശല്യമായല്ലോ. ആ ശല്യം ഞാൻ തീർക്കും. അതിനെനിക്കൊരുണ്ട മതി. അതുവരെ ഞാൻ ഉറങ്ങത്തുമില്ല. പറഞ്ഞേരെ അവനോട്. നിനക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, വണ്ടി വണ്ടി നിന്നെ പോലെ വയറിനിക്കും ചെയ്യാണ്. ചെണ്ട് നടന്നാൽ 2 പേർക്ക് കൈ വരുന്നത് കായാണ്. കായാട് വണ്ടി പുക വണ്ടി. വണ്ടി വണ്ടി നിന്നെ പോലെ വയറിനിക്കും ചെയ്യാണ്. ചെണ്ട് നടന്നാൽ 2 പേർക്ക് കൈ വരുന്നത് കായാണ്. കായാട് വണ്ടി. ഓ എടിയേ, അവനെ തേടി. ആര്? നിന്റെ അവൻ. അങ്ങനെ വിടില്ല. എവിടെ പോയി? നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? എടി, ആവശ്യമുണ്ടടി. എനിക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തം? എന്റെ ഭർത്താവ് ഇറങ്ങി പോയിട്ടെ ദിവസം 3 അന്വേഷിക്കാൻ എനിക്ക് ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇപ്പൊ നിനക്ക് ബന്ധുക്കളൊക്കെ വേണമല്ലേ? നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിനല്ലടി ആ കിണർ കുടിക്കുന്നവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. വേണ്ട, ആരും വേണ്ട. ഞങ്ങളുടെ കാര്യമേ ഞങ്ങൾ നോക്കിക്കോളാം. പെങ്ങളാന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് കേറി വരായിരുന്നാ മതി. നീ എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞല്ലേ? ആ, പറഞ്ഞു. എനിക്കിത് വേണം. നീ ചത്താലും എനിക്കും ചാകാൻ പറ്റൂ. ആർക്കും വേണമെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഒരു ജീവിതം? ഒരു കണക്കിന് നീയും പട്ടി, ഈ ഞാനും പട്ടി. ഒന്ന് കിടക്കണം. ഈ വള്ളപ്പുരയെ കയറി കിടന്നാലോ? അവൻ കരുതും ഞാൻ എപ്പോഴും ഈ ഇരുട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയാണെന്ന്. മണ്ടൻ. ആരാ? ആരാ? കൊള്ളാമല്ലോ. എന്റെ ഈ സ്ഥലം. വള്ളക്കാരില്ലാത്തപ്പോ ഞാനാ ഇവിടെ കിടക്കുന്നേ.
എനിക്ക് കിടക്കണം. ആരാ നിങ്ങൾ? ആരാന്നാ പറഞ്ഞേ? ആ, താനാന്നോ? ആ, മനസ്സിലായി മനസ്സിലായി. തന്നെ എനിക്ക് വിശ്വാസമാ. താൻ പറയുന്നത് പോലെ ചെയ്യും, നേരുമുണ്ട്. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല. ഒരു രഹസ്യം ചോദിച്ചോട്ടെ. ഇവിടുന്ന് ആരും ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. അവനല്ലേ? ആര്? എന്റെ മരുമകനാകാൻ നടക്കുന്നവൻ. അവൻ, ആ വാസു. ഞാൻ ഇറക്കി വിട്ടു. ആ, കണക്കായി പോയി. സമാധാനമായിട്ട് ചാവാൻ വന്നതാ. അപ്പം പിടിച്ചു മാറ്റി. ആ, അവൻ അങ്ങനാ. ഒരു മനുഷ്യൻ നന്നാവാൻ സമ്മതിക്കുകയില്ല. അവൻ ആള് കൃമിയ. അവനെ പോലെ വേറൊരു കൃമിയെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കണ്ടു. ഒരു നാറി. കണ്ടിട്ട് അപകടകാരിയാ. ആരാത്? ആ, എനിക്കറിയാൻ മേല. പക്ഷെ മഹാ അപകടകാരിയാ. കയ്യിൽ ആയുധമുണ്ടോ? അവൻ തന്നെ ഒരു ആയുധമല്ലേ. ആരോ ഇറക്കി വിട്ടിരിക്കുക. പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്. കുഞ്ഞിനോട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ശത്രുതയുണ്ടോ എന്തോ. അവൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒരുത്തനെ നോക്കി നടക്കുക എന്ന് പറഞ്ഞു. എന്തിനാ? ആ, അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവനിപ്പോ എവിടെ ഉണ്ട്? എന്റെ വീടിന്റെ പരിസരത്താ കറങ്ങി നടന്നത്. 2 തവണ ഞാൻ പിടിച്ചതാ. ഞാനായിട്ട് എന്തിനാ? നിങ്ങള് ചെറുപ്പക്കാര് തമ്മിൽ ഇടപെട്ട് അതങ്ങ് തീർക്കുന്നതാ അതിന്റെ അവനിപ്പോ എവിടെ ഉണ്ടെന്നും. ഇപ്പോ ആ പാളത്തിനപ്പുറത്തുള്ള കായലിന്റെ കരയിലെ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിനകത്തിരിപ്പുണ്ട്. ഒറ്റയ്ക്കോ? അത് ഉറപ്പ്. കുഞ്ഞ് ധൈര്യമായിട്ട് അങ്ങ് ചെല്ല്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലുന്നതാ അതിന്റെ ഒരു ശരി. ആ, നീലപ്പൊന്മാനെ, എന്റെ നീലപ്പൊന്മാനെ. എനിക്ക് പരിചയമുള്ള രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാ. ചെറുവര ആര് ചാകോ എന്തോ. ഇവിടുന്ന് പോയവൻ കൊന്നിട്ട് പിന്നെയും തിരിച്ചു വരുമോ? ഓ, മനസ്സമാനമില്ലാത്തൊരു ജീവിതം. ആരാണ് ഇവിടെ കെട്ടിത്തൂക്കിയ റാന്തൽ അണച്ചു കളഞ്ഞത്? പ്രേതങ്ങളാ. ശകലം പേടിയാവുന്നു. മറ്റവൻ കൊന്നിട്ട് കയറി വന്നാലോ? പോയി കളയാം. വേണ്ട, അയാളുടെ ഒരു പാവമാണെന്ന് തോന്നുന്നു. അബദ്ധം കാണിക്കരുത്.
അനങ്ങരുത്. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. മടിക്കുന്നതിനാ? ആരാവാൻ? ചോദിച്ചത് കേട്ടില്ലേ? ചോദിച്ചത് കേട്ടില്ല. ചവിട്ടുന്നതാ. കൊല്ലാൻ വന്നാ കൊന്നിട്ട് പോയിക്കോണം. എന്താ കൊല്ലാത്തത്? പകരം ചോദിക്കാനല്ലേ താൻ വന്നത്? പകരോ? എന്തിന്? ഞാൻ കൊന്നു. ഈ കൈ കൊണ്ട്. നിങ്ങൾ ഒരുത്തനെ. കള്ളം. ഞങ്ങൾക്കാരെ നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കും. പച്ചക്കള്ളം. ആ തെരുവ് നിറയെ കൊല്ലപ്പെട്ടവന്റെ പോസ്റ്ററുകളാണ്. നിങ്ങളിലൊരുത്തനാ ചത്തത്. ഇയാളെയാണ് നിങ്ങൾ കൊന്നത്. നിങ്ങൾക്കിതെന്താ? ഞാൻ ചത്തിട്ടില്ല. പക്ഷെ അതെങ്ങനെ ശരിയാവും? ഞാനാണ് നിങ്ങളെ കൊന്നത്. ഞാനതാ പ്രേതോ? ആ പാലത്തി വെച്ച് ഞാൻ നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുമോ നിങ്ങളെ? പിന്നെ ആ രാത്രി ഞാൻ ആരെയാ? ഞാനും അതന്നെ ചോദിക്കുന്നത്. ഞാനും ഒരുത്തനെ കൊന്നു, അതേ പാലത്തി വെച്ച്. നിങ്ങളിൽ ഒരുത്തനെ കാച്ചാൻ എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ കൊല്ലുകയും ചെയ്തു. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ചത്തിട്ടില്ലെന്ന്. അപ്പോ ആള് മാറി. ആർക്ക്? അപ്പോ രണ്ടുപേർക്കും ആയിരിക്കും. നമ്മളെ പരസ്പരം കൊല്ലാനായിട്ടായിരിക്കും പറഞ്ഞു വിട്ടത്. ആളറിയാതെ നമ്മൾ. ഇതിനിടയിൽ ഒരാൾ ആരോ പെട്ടുപോയി. വല്ലാത്തൊരു രാത്രിയായിരുന്നു അത്. ഉത്തരവ് കിട്ടി, കൊല്ലണം. ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് കൊല്ലണ്ടവനെ കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല. സമയം, സ്ഥലം, വരുന്ന ദിശ, അത്രമാത്രം. ഞാനൊരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇടതുവശത്ത് കായലിൽ പാതിരാവായിട്ടും പോകാതെ ഒരു ചൂണ്ടക്കാരനിരിപ്പുണ്ടായിരുന്നു. ഏതോ പ്രതീക്ഷയെ കണ്ണുറപ്പിച്ച് അയാൾ ഒറ്റയ്ക്ക്. മറ്റു വള്ളക്കാർ അയാളോട് യാത്ര ചോദിച്ചു മടങ്ങിയിട്ടും അയാൾ ഒറ്റയ്ക്ക് ഇരിപ്പ് തുടർന്നു. ചിലതൊക്കെ കാണാൻ യോഗം ഉണ്ടാവും, അഥവാ
ദൈവം നമ്മുടെ ദുഷ്പ്രവൃത്തികൾക്ക് ഒരു ദൃക്സാക്ഷിയെ ഉണ്ടാക്കി വെക്കുന്നതും ആവാം. പേടിച്ച് വരണ്ട മട്ടിലായിരുന്നു ആകാശവും. ചീവിടുകളുടെ ശബ്ദം മാത്രം. അപ്പോഴാണ് ദൂരെ പാളത്തിലൊരനക്കം. ആരോ നടന്നു വരുന്നു. ശത്രു. സമയവും ദിശയും കൃത്യം. ഒന്നും ആലോചിക്കാനില്ല. ഇത് എനിക്കുള്ള ഇര തന്നെ. അവൻ ആ ശാപം പിടിച്ച പാലത്തിലേക്ക് നടന്നു കയറി. ഒറ്റ വെട്ടിന് തന്നെ അവൻ നിലം പതിച്ചു. 2-3 വെട്ടുകൾ കൊണ്ട് അവന്റെ അനക്കം തീർന്നു. പക്ഷേ പാലത്തിനടിയിൽ നിന്നൊരു ശബ്ദം കേട്ട പോലെ. നോക്കിയപ്പോ ആ നശിച്ച ചൂണ്ടക്കാരൻ. അയാൾ മുകളിലേക്ക് നോക്കി ഇരിപ്പാണ്. എന്റെ കണ്ണിന്റെ ഉള്ളിലേക്ക് എന്ന വണ്ണം. ഞാൻ ഭയന്നോടി. ഇന്ന് 3 ദിവസങ്ങൾക്ക് ശേഷം ഈ തുരുത്തി വെച്ച് അയാളെ ഞാൻ വീണ്ടും കണ്ടു. ദൈവം ഒരാളെ വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ പാപങ്ങളും കാണാനായ ഒരാൾ. അതാ ചൂണ്ടക്കാരനായിരുന്നു. ദൈവം തന്റെ ദിവ്യദൃഷ്ടിയുമായ ഒരാളെ പിന്തുടരുന്ന പോലെ അയാൾ എന്റെ നേരെ തുഴഞ്ഞെടുത്തു. പക്ഷേ എന്നെ കണ്ട അയാൾ വള്ളം തിരിച്ച് ഭയന്നോടി. ഞാൻ മറ്റുള്ളവർക്കൊരു ഭയവും വേദനയുമാണെന്ന് മനസ്സിലായത് അപ്പോഴാണ്. ഇനി ഞാൻ ആർക്കും ഒരു വേദനയാകരുത്. ആ നിമിഷം സ്വയം ഉറപ്പിച്ചു. ഒടുങ്ങണം, സ്വയം ഒടുങ്ങണം. നിങ്ങളുടെ വെട്ടേറ്റ അയാൾ മരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ പോയി കഴിഞ്ഞ് എപ്പോഴോ അയാൾ എഴുന്നേറ്റിരിക്കണം. ആകെ ആടി ഒളിഞ്ഞ മട്ടിലാണ് അയാൾ എന്റെ നേരെ നടന്നെടുത്തത്. പന്തുകേട് തോന്നിയെങ്കിലും അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ പാലത്തിനപ്പുറത്തായിരുന്നു. നല്ല ഇരുട്ടുണ്ടായിരുന്നു. ബാവാക്കിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഉറപ്പിച്ചായിരുന്നു ഞാൻ. ആരെയും കൊന്ന് മുൻപരിചയമില്ല. വല്ലാത്ത ഭയം. ബാവക്ക പറഞ്ഞിട്ടുണ്ട്, പേടിക്കുന്നതിന് മരിക്കേണ്ട ജോലി വെട്ടുകൊള്ളുന്നവനാണ്. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം, വെട്ടുക വെട്ടുക. ആളനക്കം കേട്ടു. ഞാൻ തയ്യാറായി. സമയവും ലക്ഷണവും ഏതാണ്ട് ശരിയാണ്. അത്ഭുതം. ചാകാൻ കാത്തിരുന്ന പോലെ ആദ്യത്തെ വെട്ടിൽ തന്നെ അവൻ അനക്കം കേട്ടു. മനസ്സിന് മാത്രമല്ല, അപ്പോൾ ഇരുട്ടിന് പോലും കട്ട പിടിച്ച ചോരയുടെ നിറമായിരുന്നു. ഒന്നിട്ട് പേടി തീർന്നില്ല. ശവം കോരിയെടുത്ത് വെള്ളത്തിലേക്ക് തള്ളി. ഇത്ര എളുപ്പമാണ് ഒരാളെ കൊല്ലാനെന്ന് ഞാൻ കരുതിയില്ല. ദൂരെ നിന്ന് തീവണ്ടി വരുന്നുണ്ടായിരുന്നു. ഞാൻ മറുഭാഗത്ത് തുരുത്തിനുള്ളിലേക്ക് ഓടി. പിന്നെ ഭയം മൂലം തിരികെ മടങ്ങാൻ പറ്റിയില്ല. ഇതിലെന്തോ ഗൂഢാലോചനയുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ 2 ശത്രുക്കൾ പരസ്പരം കൊല്ലാനായി ഒരേ സ്ഥലത്തെത്തി? അത് ഒരേ രാത്രിയിൽ, ഒരേ സമയത്ത്. 2-ൽ-1 കൊല്ലപ്പെടട്ടെ എന്ന് ആരോ ഉറപ്പിച്ചു. ആരാ? നേതാക്കന്മാർ. എങ്കിലല്ലേ മതരാഷ്ട്രീയം തിളയ്ക്കൂ. അതിന് തമ്മിലടിക്കണം, അല്ലെങ്കിൽ കൊല്ലണം. കൊല നടന്നില്ലെങ്കിലോ അത് സംഘടിപ്പിക്കണം. അതാണ് ഇവിടെ നടന്നത്. എന്റെ നേതാവ് ബാവയ്ക്കൊക്കെ ഞാൻ ചത്തിട്ടില്ലെന്നും ഈ തുരുത്തി കുടുങ്ങിപ്പോയതാണെന്നും. അയാളത് മറച്ചു പിടിക്കുക. മറ്റുള്ളവർ പോസ്റ്ററൊക്കെ ഇറക്കി ആഘോഷിക്കുക എന്റെ മരണം. ഇനി നിങ്ങളുടെ പോസ്റ്റർ ഇറങ്ങും ഇതുപോലെ. നിങ്ങളുടെ പേര് ബന്ധം വരും. ഇനിയിപ്പം നമ്മൾ ഇനി എന്ത്? കലാപം തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ കണ്ണിൽ നമ്മൾ കൊലപാതകികളാണ്, കൊല്ലപ്പെട്ടവരുമാണ്. ഇനിയൊരു തിരിച്ചുപോക്കിന് സാധ്യതയില്ല.
അപ്പോ നമുക്കിനി തിരിച്ചു പോകാൻ പറ്റില്ലല്ലേ? എന്റെ ഉമ്മ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്? വണ്ടിക്ക് സമയമായോ? ആ, ആയി കാണാം. നില്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇനി ചാവുന്നത് എന്തിനാ? നിങ്ങൾ ആരെങ്കിലും കൊന്നോ? നിങ്ങൾ ആരെയും കൊന്നിട്ടില്ല. വാസു പോ. ഇല്ലെന്നേ, അത് വെറും ഒരു കയ്യബദ്ധം. ഏതോ ഒരാൾ. വാസു പോവാൻ. അങ്ങനെ ഒരാൾ ചത്തുന്നുള്ളതിന് എന്താ തെളിവ്? ഇവിടെ എങ്ങും ആർക്കും അറിയില്ല. തിരിച്ചു പോയിക്കൂടെ? നിങ്ങൾക്കിനി ഒരുപാട് ജീവിതമുണ്ട് ബാക്കി. നോക്ക്, നിങ്ങളെ ആരോ കൊന്നെന്ന് കരുതി നാട്ടിൽ കലാപമാണ്. നിങ്ങൾ തിരിച്ചു ചെന്നാൽ അതോടെ എല്ലാം തീരും. ചെന്നാവുമാര് വെട്ടിക്കൂട്ടും. നിങ്ങൾക്ക് പരസ്പരം സഹായിച്ചൂടെ? നിങ്ങൾ ഒരുമിച്ച് ചെന്നാൽ പിന്നെ ഏത് കൂട്ടർ കണ്ടാലും നമുക്ക് പോയാലോ? ചെല്ലാം. പ്രശ്നം എന്തെങ്കിലും? ഒരുമിച്ച് ചെന്നാ പിന്നെ എന്താ പ്രശ്നം? നിങ്ങൾക്കെന്താ പരസ്പരം വിശ്വാസമില്ലേ? വിശ്വാസമുണ്ട്. നിങ്ങൾ പരസ്പരം താങ്ങാൻ നിന്നാ മതി. പിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഒരു നാട് രക്ഷപ്പെടട്ടെ. തിരിച്ചു പോവാം. പോകാൻ പറ്റുമല്ലേ? അപ്പോ ഞങ്ങൾക്ക് ഇനിയും ജീവിക്കാം അല്ലേ? നിങ്ങൾ ജീവിക്കണം. നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞാനും. പോയിക്കോളൂ. അങ്ങനല്ല, നിങ്ങൾ വാ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പോയിക്കോളാം. നിങ്ങൾ ചെല്ലേ. വന്നേ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഭാര്യയോട് വിളിച്ചോണ്ടല്ല ഒന്ന്. ആ പാവം 3 ദിവസമായി കാത്തിരിക്കുക. ഇനി നിങ്ങൾ വരണ്ട. വലിയ മഴ വരുന്നുണ്ട്. നിങ്ങൾ പോയിക്കോ. വളരെ നന്ദി. ഓ, നമ്മൾ മരിക്കരുതെന്ന് അയാൾക്ക് എന്തായിരുന്നു ഇത്ര താല്പര്യം? രണ്ടും കൽപ്പിച്ചായിരുന്നു ഞാൻ അയാളെ തടഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെട്ടിക്കൂട്ടിയനെ. എന്നെ ട്രെയിനിന് മുമ്പിൽ നിന്ന് രക്ഷിച്ചതും. അയാൾ ആരായിരിക്കും? ഞാൻ വളരെ മോശമായിട്ട് അയാളോട് പെരുമാറിയത്.
എന്താ സഹായിക്കണോ? നശിച്ച പാലം. ഇവിടെ വെച്ചായിരുന്നു ആദ്യത്തെ വെട്ട്. അതിലയാളുടെ വലത്തെ കൈ ഏറ്റു വീണത്. അത് അയാളായിരിക്കൂ. അത് അയാളായിരിക്കൂ. ആയിരിക്കൂ. അയാളായിരിക്കൂ. ആരാ കരയുന്നേ?
അപ്പ 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 ചേട്ടനാണോ? ചേട്ടാ അയാളുടെ ആയിരിക്കില്ല.